ഈ ഡി മണി MS മണിയൊക്കെ ഒരേ മണിയാണ്, ഡയമണ്ട് മണിയാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഇതേ ഞാൻ നേരത്തെ അങ്ങേക്ക് ലഭിച്ച വിവരം? നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഈ ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മാനമുള്ള ഒരു കാര്യമാണ്. ഇത് ഗോവർദ്ധൻ്റെ ജൂവലറിയിലെ 320 ഗ്രാം അവസാനിക്കേണ്ട ഒരു കാര്യമല്ല. ഇതിൻ്റെ പിന്നിൽ വലിയ ശക്തികളുണ്ട്, വലിയ മാഫിയകളുണ്ട്. അതിൻ്റെ ഒരു കണ്ണിയാണ് നമ്മളീ പറഞ്ഞ ഡി മണി. ഇപ്പം ഡി മണി പറയുന്നത് ഞാൻ ഡി മണിയല്ലെന്ന്, ഇപ്പം എല്ലാവരും പറയുന്നത് ഇതാണ് ഡി മണിയെന്ന്. അപ്പം ഒരിക്കലും ഒരു കുറ്റവാളി താൻ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കാറില്ല. ഒരു കുറ്റവാളിയും താൻ ചെയ്ത കുറ്റങ്ങൾ ആരുടെ മുമ്പിലും ഏറ്റുപറയാറില്ല. ആ നിയമത്തിൻ്റെ മുമ്പിൽ മാത്രമേ തെളിയിക്കേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് ഡി മണിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും SIT അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരന്വേഷിക്കണം, യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. ഈ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് കേന്ദ്രങ്ങളെ, അതിൻ്റെ തട്ടിപ്പുകാരെ രംഗത്ത് കൊണ്ടുവരണം. കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരും, ഒരു സംശയവും വേണ്ട. ഞാനായിട്ട് അതൊന്നും പറയുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും. ഇതിൻ്റെ വലിയ തോതിലുള്ള തട്ടിപ്പ് വീരന്മാർ പുറത്തു വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CBIയുടെ ഒരു അന്വേഷണം വേണം. അത് കോടതി നിയന്ത്രണത്തിലാകണം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ബെഞ്ചിൻ്റെ നിയന്ത്രണത്തിൽ CBI അന്വേഷണം വന്നാൽ കൂടുതൽ കാര്യങ്ങൾ, മറ്റ് രാജ്യങ്ങളുമായി ബന്ധമുള്ള കാര്യങ്ങൾ ഒക്കെ പുറത്തു വരും. ഒരു കാര്യം കൂടി, ഈ മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് ചിത്രമെടുത്തു എന്ന് പറയുന്ന പരിപാടി അതൊരു പൊതുപരിപാടിയാണ്. ഭീമ ജ്വല്ലറി ശബരിമലയിലേക്ക് ഒരു ആംബുലൻസ് നൽകുകയും അതിന്റെ താക്കോൽ ദാനമാണ് നടന്നിട്ടുള്ളത്. അതിനകത്ത് ഈ താക്കോൽ ഏറ്റുവാങ്ങുകയാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. ആരാ താക്കോൽ കൊടുത്തേ? താക്കോൽ കൊടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ? താക്കോൽ കൊടുക്ക ഭീമ ജ്വല്ലറിയുടെയാണ്. എന്താണ് ഈ ആംബുലൻസ്? പോലീസിന് കൊടുത്ത ആംബുലൻസ് ആണ്. അതിന്റെ താക്കോൽ കൊടുക്കേണ്ടത് ആരാണ്? സംസാരിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും അത് പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നതിന്റെ പേരിൽ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് നമ്മൾ കേട്ടത്.